അതുപോലെ തന്നെ പിക്കർ വീൽ നമ്മൾ കണ്ടത് കൂടാതെ വേറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളുണ്ട്. എസ് നോ ആദ്യം കാണിച്ചായിരുന്നു. എസ് നോയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പേജാണ്. നമുക്ക് എസ് നോ മേ ബി ഇടാം. ഇവിടെ എസ് നോ ഇങ്ങനെ എല്ലാം റാൻഡം എഴുതിയിട്ടുണ്ട്. സ്പിൻ ചെയ്യുമ്പോൾ വരുന്ന നോക്കാം. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ കിട്ടുന്നു യെസ് മേ ബി. ഓക്കെ, മേ ബി ഇവിടെ സെലക്ട് ആവും. മേ ബി ഇവിടെ കൗണ്ടായി 1. ഗെയിമായിട്ട് തന്നെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ലോട്ടറി ഡ്രോയ്ക്കോ അതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ഇവിടെ കാണുന്നത് ഈ നമ്പർ ഓഫ് ഇൻപുട്ട് സെറ്റ്സ്, എത്ര എസ് നോയും എത്ര എസ് നോ മേ ബിയും വേണമെന്നുള്ള കാര്യം തീരുമാനിക്കും. ഇവിടെ ഞാൻ 1 കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു സെറ്റ് ഓഫ് എസും ഒരു നോയും ഒരു എസും വരുന്നു. ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 എസും 2 നോയും വരുന്നു. ഇവിടെ 5 കൊടുക്കുമ്പം 5 എസും 5 നോയും വരുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ, കൺട്രോൾസ് എല്ലാം ഉണ്ട്. ടൂൾസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഈ മുമ്പേ കാണിച്ച തരത്തിലുള്ള എല്ലാ കൺട്രോൾസും ഇവിടെ നമുക്ക് കിട്ടും. നമ്പർ പിക്കർ വീൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ലോട്ടറി ഡ്രോ പോലുള്ള കാര്യങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മളിപ്പോൾ സ്കൂൾ ഫെയ്റ്റോ അതുപോലെ എന്തെങ്കിലും ഒക്കേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഗെയിം സ്റ്റോൾ തന്നെ നടത്താൻ പറ്റും. ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ഉണ്ട്. മുമ്പേ കണ്ട പോലെ തന്നെ എത്ര സെറ്റ് വേണമെന്നുള്ള ഒരു കാര്യം മുമ്പേ നമ്മൾ കണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻപുട്ട് ടൈപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ അടിച്ചു കൊടുക്കാം. അപ്പോൾ 1 to 100 ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിക്കർ വീലിൽ 1 to 100 എന്നുള്ള ഇവിടെ എഴുതി കാണിക്കും. ഇനി നമുക്ക് വേണ്ടത് 10 to 100 ആണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ്ലി അവിടുത്തെ ആക്ച്വലി 10 to 10 എന്ന് പറയുമ്പോൾ അത് കറക്റ്റായ കാര്യമല്ലല്ലോ. 10 to 100 മീൻസ് ആ 90 നമ്പേഴ്സിന് 10 to 100 എല്ലാ നമ്പേഴ്സും ഇവിടെ അപ്പിയർ ചെയ്യും. ഇനി വേണമെന്നുണ്ടെങ്കിൽ 100 to 1000 10,000 എത്ര വേണമെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് 100 മുതൽ 1000 വരെ നമ്പേഴ്സ് അവിടെ കൊടുക്കാൻ പറ്റും. 100 മുതൽ 10 മുതൽ 1000 വരെ നമ്പേഴ്സും സാധ്യമാണ്. നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം. 100 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പിക്കർ വീൽ. ഓക്കെ, ടൈപ്പ് 2 ഇൻപുട്ട് ടൈപ്പ് രണ്ടാമത്തെ ടൈപ്പിൽ നമുക്ക് അതായത് നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. അത് കറക്റ്റായിട്ട് കാണണമെങ്കിൽ സ്പിൻ ചെയ്യണം. ആദ്യത്തെ സ്പിന്നിൽ നമ്മൾ ഫസ്റ്റ് നമ്പർ ടിപ്പിക്കലി ഇത് നമുക്ക് ലോട്ടറി ഡ്രോയ്ക്ക് ആവശ്യമുള്ള കാര്യം. ഓക്കെ, ഒരു ഡിജിറ്റ് കണ്ടുപിടിച്ചു. വീണ്ടും സ്പിൻ ചെയ്യാം. സെക്കൻഡ് ഓക്കെ 7 സെലക്ട് ചെയ്തിരിക്കുന്നു. ആക്ച്വലി എത്രയാണ് 5 ഡിജിറ്റ് നമ്പർ വരെ നമുക്ക്. If this has helped you in some way, don't forget to support this video and the channel. My dialogues and interpretations. Thanks for watching.